നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ. 2001 AK ലോഹിദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മീര വെള്ളിത്തിരയിലെത്തിയത്. പിന്നീട് തെന്നിന്ത്യൻ ഭാഷകളിലും സജീവ സാന്നിധ്യമായിരുന്നു. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു മീര അധികവും ചെയ്തിരുന്നത്. കസ്തൂരിമാൻ, പാടമൊന്നൊരു വിലാപം, പെരുമഴക്കാലം, അച്ചുവിൻ്റെ അമ്മ എന്നിങ്ങനെ മീരയുടെ മിക്ക ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ മീര ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചും എത്താറുണ്ട്. ഇപ്പോഴത്തെ തൻ്റെ 42ാം പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ് മീര. അമ്മയ്ക്കൊപ്പം കേക്ക് മുറിച്ചാണ് ജന്മദിനം ആഘോഷിച്ചത്. സന്തോഷവതിയായി നിൽക്കുന്ന മീരയുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. നിരവധി പേരാണ് തങ്ങളുടെ പ്രിയ താരത്തിന് ആശംസകളുമായി എത്തിയിരിക്കുന്നത്. പിറന്നാൾ ആശംസകൾക്കൊപ്പം 42 വയസ്സായെന്ന് കണ്ടാൽ പറയില്ല. ശരിക്കും ഇതാണ് സന്തൂർ മമ്മി, എന്താണ് ഈ സൗന്ദര്യ രഹസ്യം എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ. ഇപ്പോഴത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലും സജീവമാകുകയാണ് മീര ജാസ്മിൻ. ക്വീൻ എലിസബത്താണ് മീരയുടെ പുതിയ ചിത്രം. അടുത്തിടെ പക്വതയൊക്കെ വന്നെങ്കിലും താൻ ഇപ്പോഴും കുട്ടിയെപ്പോലെയാണെന്നും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും മീര പറഞ്ഞിരുന്നു. എൻ്റെ ജീവിതത്തിലെ ചില വ്യക്തികളുണ്ട്, എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ചില ആളുകളുണ്ട്. അവർ വിഷമിച്ചാൽ എനിക്കും വിഷമം വരും. അവർ ഹാപ്പിയാണെങ്കിൽ ഞാനും ഹാപ്പിയാണ്. അങ്ങനെ ഒരാളാണ് ഞാൻ. സിനിമയിൽ വന്നതിൽ നിന്നും ഞാൻ ഇന്ന് ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ട്. വളരെ നല്ല പൊസിഷനിലാണ് ഞാനിന്ന്. അന്ന് ഞാൻ ഒരു പാവമായിരുന്നു. ജീവിതം ഒരുപാട് കാണാൻ കിടക്കുന്ന ഒരാൾ. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. നല്ലതും ചീത്തയും ഒക്കെ ജീവിതത്തിലുണ്ടായി. അന്ന് എനിക്ക് കുട്ടിയുടെ മനോഭാവമായിരുന്നു. ഇന്നതിൽ മാറ്റമുണ്ടെങ്കിലും ഞാനൊരു കുട്ടിയെ പോലെ തന്നെയാണ്. പക്വതയുമുണ്ട്, എന്നാൽ കുട്ടിയുമാണ്. അങ്ങനെ ഒരു ബാലൻസിലാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഒരു ദീർഘശ്വാസം എടുക്കും. എന്നിട്ട് സാഹചര്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കും. എന്നെ സംബന്ധിച്ച് പാട്ട് സമാധാനത്തിനുള്ള ഒരു മാർഗമാണ്. ആരും കേൾക്കാതെ പാടുകയൊക്കെ ചെയ്യും എന്നും മീര ജാസ്മിൻ പറഞ്ഞിരുന്നു. ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളല്ല താനെന്നും മീര ജാസ്മിൻ പറഞ്ഞു. ഞാൻ എപ്പോഴും ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്ന ആളാണ്. ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നു അതനുസരിച്ച് ആ ഒഴുക്കിൽ അങ്ങ് പോകും. ഞാൻ ഒന്നും ഭയങ്കരമായി പ്ലാൻ ചെയ്യുന്ന ആളല്ല. ജീവിതത്തിലെ ഒരു നിമിഷങ്ങളും എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നാണ് കരുതുന്നത്. ഇതുവരെ ഞാൻ ഹാപ്പിയാണ് എന്നും മീര പറയുന്നു. കരിയറിലും വ്യക്തി ജീവിതത്തിലും വിവാദങ്ങളിലൂടെ കടന്നുപോയ താരം ഇപ്പോൾ 41 എത്തി നിൽക്കുന്നു. ഒരു സാധാരണ യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നും സിനിമയിലേക്ക് വന്ന ആളാണ് താനെന്നും 2-3 സിനിമ കഴിഞ്ഞ് ഡോക്ടർ ആവണമെന്നായിരുന്നു വിചാരിച്ചതെന്നും മീര തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് സിനിമാ മേഖല ഇഷ്ടപ്പെട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത ഗോസിപ്പുകൾ വരാൻ തുടങ്ങിയെന്നും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ഥലം വെറുക്കാൻ തുടങ്ങിയെന്നും മീര ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. സത്യൻ അന്തിക്കാടിൻ്റെ മകൾ എന്ന സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയ താരം ക്വീൻ എലിസബത്ത് എന്ന ചിത്രത്തിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തി. M. പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നരയനാണ് നായകൻ. തിരിച്ചുവരവിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമാണ് മീര ജാസ്മിൻ. പുത്തൻ മേക്ക് ഓവറിലാണ് നടി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.